നമുക്കൊരു 1 മീൽ ആണ് മാത്രം നമ്മൾ ഹെവി ആയിട്ട് കഴിച്ചാൽ മതി. മറ്റതൊക്കെ ഒരു അരവയറിൽ നമുക്ക് നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ലോങ് അവേഴ്സ് ഓഫ് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് അപ്പം തന്നെ ബ്രേക്ക് ചെയ്ത് ഒരു എണ്ണ പലഹാരമോ അങ്ങനെ എന്തെങ്കിലും ദയവ് ചെയ്ത് കഴിക്കരുത്. അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കണ്ട. 3 നേരം കഴിക്കുന്നവൻ രോഗിയാണ്, 2 നേരം കഴിക്കുന്നവൻ ഭോഗിയാണ്, 1 നേരം കഴിക്കുന്നവനാണ് യോഗി. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ദൈവമേ എനിക്ക് 2 നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ഒരു ബാങ്കിങ് അവേഴ്സ് അല്ല ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ 9 to 9 ആണ്. ഇവർക്ക് കിട്ടുന്ന കുറെ ബോണസ് എന്താണെന്നറിയോ? പൈസയല്ല, ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വായ ഡ്രൈ ആവണോ അന്നേരം ഒരു കവിള് വെള്ളം കുടിക്കുക എന്ന് പറയാം. അവർ കുറച്ചും കൂടി ഫിറ്റ്നസ്സിലേക്ക് അല്ലെങ്കിൽ ഡയറ്റിലേക്ക് അവരുടെ സെൽഫ് ഇതിനകത്ത് മീ ടൈം കൊടുക്കുവാണെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ത്രീയുടെ കാലഘട്ടം 40 തൊട്ട് 50 വരെയാണ്. അതുകൊണ്ടാണ് ഈ 40 കഴിയുമ്പോഴത്തേ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അവരോട് പേടിച്ചിട്ടായിരിക്കും എല്ലാവരും സംസാരിക്കുക. ഭാര്യയെ കൂട്ടിക്കൊണ്ടാണ് ഭർത്താവ് വരുന്നത്. ഞാൻ ഭാര്യയെക്കാളും കൂടുതൽ സിംറ്റംസ് കാണുന്ന ഭർത്താവിലാണ്. നീ പറഞ്ഞോളൂ, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര അഡമൻ്റ് ആയിട്ട് ആൾ നിൽക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ വ്യക്തിക്കാണ്. ഇത്രയും ഞാൻ യോഗ ചെയ്തിട്ട് നിങ്ങളിത് ഈ പാലാരിവട്ടം വൃന്ദാവനിൽ ചെന്ന് മസാലദോശ മേടിച്ച് കഴിക്കാനാണെങ്കിൽ വരണ്ടെന്ന് പറയും. നെയ്യിനെയും വെണ്ണയൊക്കെ ആൾക്കാർ പേടിച്ചിട്ട് ചീസ് നല്ലപോലെ, ചീസും മൊറിസല്ല ചീസ് മറ്റേ അതൊക്കെ വലിച്ചു വാരി പിzzയും ബർഗറും ആയിട്ട് കഴിക്കണേൽ ആർക്കും യാതൊരു സംശയങ്ങളും ഇല്ല. ഡോക്ടർ നെയ്യൊക്കെ കഴിക്കാമോ? അതുപോലെ തന്നെ മുട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ണി കഴിക്കാമോ? ഇതിനകത്തൊക്കെ സംശയം. നിങ്ങൾ പൊറോട്ട കഴിച്ചപ്പോൾ എന്നെ ഓർത്തോ? നിങ്ങൾ ഐസ്ക്രീം കഴിച്ചപ്പോൾ എന്നെ ഓർത്തോ? നിങ്ങൾ പിzzയും ബർഗറും കഴിച്ചപ്പോൾ ഒന്നും സംശയമില്ല. പണ്ട് കാലത്ത് യോഗി, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ യോഗി അങ്ങനെയൊക്കെ ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ധ്യാനത്തിലായിരിക്കും, അല്ലെങ്കിൽ ആയിരിക്കും. അപ്പൊ ഇത് സാധാരണക്കാരിലേക്ക് എത്തുകയാണ് യോഗ. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? ഇപ്പൊ നമ്മുടെ ഒരു ഡെയിലി ലൈഫ്, ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫുൾ ടൈം യോഗയായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ബാഹ്യമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, ഇഷ്ടങ്ങൾ ഉണ്ടാവും, പറഞ്ഞ ഫുഡിനോടുള്ള ക്രേവിംഗ് ആണ്, പിന്നെ ഇപ്പൊ ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു യോഗയെ സംബന്ധിച്ച് ഇപ്പൊ മാം പറഞ്ഞ പോലെ എല്ലാം വിട്ട് കോറിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഇല്ല. അപ്പൊ ഒരു ഡെയിലി ലൈഫിലേക്ക് വരുമ്പോൾ ഒരു കോമൺ മാനെ സംബന്ധിച്ച് എങ്ങനെയാണ് യോഗ കൊണ്ടുപോകുന്നല്ലേ? അതായത് നമ്മുടെ യോഗികൾ ഇപ്പോൾ ഹിമാലയത്തിലും അല്ലെങ്കിൽ ഇവിടെ കാണുന്ന യോഗികൾ അവര് കംപ്ലീറ്റ്ലി ഇതാണ് യൂണിവേഴ്സുമായിട്ട് ഇതായിട്ട് നിൽക്കണം. നമുക്ക് നമ്മളുടെ ഇവിടെ നമ്മൾ പറയില്ലേ നമുക്ക് കഞ്ഞി വെച്ചാൽ കുടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യുന്നവർക്ക് യോഗ ആസ് എ പാർട്ട് ഓഫ് ദെയർ ലൈഫ്. ആ പാർട്ട് എന്ന് പറയുന്ന ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. യോഗ പാർട്ടാണ്, കുട്ടികൾ പാർട്ടാണ്, ആഹാരം പാർട്ടാണ്, എല്ലാം. ദിസ് ഇസ് ജസ്റ്റ് എ പാർട്ട്. ആസ് എ നിങ്ങളത് എന്തിനാണ്, ദാറ്റ് ഈസ് എ ടൂൾ ഫോർ യുവർ മെൻ്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ടൂൾ ഫോർ യുവർ ഇൻറ്റേർണൽ ഓർഗൻ ഹെൽത്ത് എന്ന് മാത്രമേ നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് തപസ് ചെയ്യേണ്ട ആവശ്യമില്ല. 10 minutes ഓഫ് മെഡിറ്റേഷൻ വിൽ ഡു. ഇപ്പോൾ അഞ്ജുവിന് രാവിലെ തന്നെ ഓഫീസിൽ പോകണം, നേരെ ഹിമാലയത്തിലേക്കല്ലല്ലോ പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് ക്രാങ്കി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഓക്കെ ആക്കാൻ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഡിസ്റ്റർബൻസും എനിക്ക് അവിടെ നിന്ന് വരാം. അതൊന്നും എന്നെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ രാവിലെ എണീറ്റു, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ പഞ്ചതന്ത്രങ്ങളൊന്നും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 5 രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒരു മെഡിറ്റേഷൻ, ഒരു ധ്യാനത്തിലിരിക്കുക, ലൈറ്റായിട്ടുള്ള ഒരു വാമപ്പ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. സോ നമ്മുടെ മൊബൈലിൽ നിന്നൊക്കെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു മേ ബി ഒരു 1 hour രാവിലെ മാറ്റി വെച്ച് ഫുഡ് കഴിക്കുക. ഇപ്പം നേരത്തെ ചോദിച്ച പോലെ നമ്മൾ വലിച്ചുവാരി ആഹാരം കഴിക്കുന്നവരാണ്. ആക്ച്വലി എല്ലാവരും, ഇപ്പം നിങ്ങൾ പിള്ളേർ തൊട്ട് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ ഫുഡ് ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാനിത് കഴിക്കുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. പക്ഷെ ശരിക്കും ഈ എല്ലാവരെയും നമ്മളിങ്ങനെ പറഞ്ഞ പോലെ ഒന്ന് ഡിസപ്പിയർ ആക്കുക. എന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ധാരണ പ്രാക്ടീസ് എന്ന് പറയുന്ന പോലെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ ആണെങ്കിൽ അതിൻ്റെ ഒത്തിരി ചീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ണടച്ചിട്ട് എല്ലാവരോടും ഇരുന്നോട്ടെ, ഒന്ന് ജസ്റ്റ് കണ്ണടച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ബോഡിക്ക് വേണ്ടതാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും.
ബിക്കോസ് ഇറ്റ്സ് കോൾഡ് ആസ് എ മൈൻഡ്ഫുൾ ഈറ്റിംഗ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സിറ്റുവേഷൻ. എന്തും ഇപ്പൊ ചില ആൾക്കാർക്ക് വരുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ കഴിച്ചുപോയി, പിന്നീട് എനിക്ക് വീട്ടിൽ ചെന്നിട്ട് നല്ല പണി കിട്ടി, അല്ലേ? അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ? ആ സമയത്ത് നിങ്ങളെ ഇമോഷണലി നിങ്ങൾ ഫീൽ ഗുഡ് ആയിരുന്നുകൊണ്ട് നിങ്ങളത് കഴിച്ചു, ബട്ട് ഇറ്റ് വാസ് നോട്ട് ഗുഡ് ഫോർ യുവർ ബോഡി. ചിലവർ പറയില്ല എനിക്ക് ചെമ്മീൻ കഴിച്ചിട്ട് പ്രശ്നമായി. ആ സമയത്ത് കൂട്ടുകാരായിട്ടിരുന്നു, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലായിരുന്നു, ഞാൻ എന്തൊക്കെയോ കഴിച്ചു. ദിസ് ഈസ് ആക്ച്വലി മൈൻഡ്ഫുൾനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ നമ്മൾ ഒത്തിരി എമൗണ്ട് ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ചില സ്ത്രീകൾ എന്നോട് പറയാണ്ട് രാത്രി ഭയങ്കര ചോക്ലേറ്റ് ക്രേവിംഗ് ആണ്, ഐസ്ക്രീം ഞാൻ കഴിക്കും, ചിലപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കും, എനിക്ക് കാപ്പി കുടിക്കണം, ചോക്ലേറ്റ് കോഫി ഞാൻ ഉണ്ടാക്കും എന്നൊക്കെ പറയും. ഇതൊക്കെ ആക്ച്വലി മേക്കിംഗ് ദം ഇമോഷണലി ഹാപ്പി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫിസിക്കലി ഹെൽത്തി. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിനിമയിൽ എനിക്ക് അറിയില്ല, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരാളെ ഒരു വണ്ണമുള്ള ഒരാളെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു യോഗ സെന്ററിൽ കൊണ്ടുപോയിട്ട് അതെ ഡാത്തടിയയില് അവരൊരു മുന്തിരി മാത്രം കൊടുത്തിട്ട് അപ്പൊ ആള് വേഗം മുന്തിരി എടുത്ത് കഴിച്ചു. അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ ആഹാരം, ഇന്നത്തെ ഡിന്നർ ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയ്യോ അപ്പൊ അത് വളരെ സാവധാനം ച്യൂ ചെയ്ത് കഴിഞ്ഞാല് ആ മുന്തിരിയുടെ മുഴുവനായിട്ടുള്ള എസെൻസ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്താണ് ആക്ച്വലി, ദാറ്റ് ഈസ് കോൾഡ് ആസ് എ മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ഇതിപ്പോ പറഞ്ഞപ്പോഴേ ഞാനത് ഓർത്തത്. ആക്ച്വലി അതൊക്കെയാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ ആ മുന്തിരി മാത്രം പോരാട്ടോ. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഇതാണെങ്കിൽ നമ്മളൊരു ഇത്തിരി ഒരു വളരെ കുറച്ച് ലഘുഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയും അതുപോലെയായിരിക്കും. നമ്മൾ എപ്പോഴും ലഘുഭക്ഷണങ്ങളാക്കുക. നമുക്കൊരു 1 മീൽ ആണ് മാത്രം നമ്മൾ ഹെവി ആയിട്ട് കഴിച്ചാൽ മതി. മറ്റതൊക്കെ ഒരു അരവയറിൽ നമുക്ക് നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. സോ ദാറ്റ് യു ക്യാൻ ഡു റിയലി വെൽ. ഒരു പായസം കുടിച്ച് നല്ല സദ്യയൊക്കെ ഉണ്ട്, മൃഷ്ടാനം എല്ലാം കഴിച്ച് ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തൂങ്ങി ഒരു എനർജി ഉണ്ടാവും. അതേസമയം നിങ്ങൾക്ക് വിശന്ന് കുടല് കത്തുക, നിങ്ങൾ ഭയങ്കര ഹൈപ്പറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും. നിങ്ങളൊരു ഫാസ്റ്റിങ്ങിലിരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റംദാൻ്റെ നോമ്പ് നോക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കൂ, അവർ പറയണ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് അവർ വർക്ക് ചെയ്തത് റംദാൻ്റെ ടൈമിലാന്ന് പറയും. അല്ലാത്ത സമയത്ത് ഇവർ മുഴുവൻ ടൈമും ആഹാരം കഴിച്ചു തുടങ്ങട്ടെ, അപ്പം അവർ പറയും ഏറ്റവും മോശം ആ റംദാൻ അതുവരെ എനിക്ക് എല്ലാം ഓക്കെ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്ക് ടു എൻ്റെ നോർമൽ ലൈഫ് വന്നപ്പോഴെല്ലാം കുളമായതെന്ന് പറയും. അതൊക്കെ മൈൻഡ്ഫുൾ ഈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പഞ്ചതന്ത്ര പറഞ്ഞില്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഞാൻ കേട്ടിരുന്നു പിന്നെ ഒന്ന് വെങ്കട്ടറാവുവിൻ്റെ അതെനിക്ക് തോന്നുന്നു ഒത്തിരി എനിക്ക് വ്യൂസ് കിട്ടിയ ഒരു ഇതാന്ന് തോന്നുന്നു. അപ്പം വെങ്കട്ടറാവിൻ്റെ അതെന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് എ വീക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് ഉപവാസം ആഴ്ചയിൽ ഒരു ദിവസം എടുക്കുന്ന വളരെ നല്ലതാണ്. ഈ ഫാസ്റ്റിംഗ് എടുക്കുന്നതിനെ പറ്റി വീണ്ടും ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ലോങ് അവേഴ്സ് ഓഫ് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് അപ്പം തന്നെ ബ്രേക്ക് ചെയ്ത് ഒരു എണ്ണപ്പലഹാരമോ അങ്ങനെ എന്തെങ്കിലും ദയവ് ചെയ്ത് കഴിക്കരുത്. അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കണ്ട. ഓക്കെ, ഒന്നില്ല എടുക്കുക, അല്ലെ എടുക്കാതിരിക്കുക. എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഇപ്പം നിങ്ങൾക്ക് ഒരു ഫുൾ ഫാസ്റ്റ് പറ്റുന്നില്ല, വെള്ളം കുടിച്ചിട്ടുള്ള ഫാസ്റ്റാണ്, അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുള്ള ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എടുക്കാം. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. അതായത് ഫ്രൂട്ട്സ് മാത്രം അത് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട്. ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ടെർമറിക് ടീ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കാം. എന്നിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം എത്ര നേരം വിശക്കാതെ നോക്കാം. പിന്നെ ചെറുപഴമോ എന്തെങ്കിലും കഴിക്കാം. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ രാത്രിയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വിശക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ക്യുക്കുംബറോ എന്തെങ്കിലും കഴിച്ച് നമുക്ക് അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കും നമുക്കറിയാൻ പറ്റും. ടോയ്ലറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ ശരിക്കും ക്ലെൻസ് ആവുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഹൗ ദ ബോഡി ഹീൽസ്. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ശരിക്കും ഒരു തെറാപ്പറ്റിക് ഫാസ്റ്റിംഗ് ചെയ്ത ഒരാൾ പിറ്റേ ദിവസമായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും, അയ്യോ ഇനി എങ്ങനെ ഈ ബോഡിയെ നമുക്ക് കറപ്റ്റഡ് ആക്കാൻ തോന്നില്ല. പിന്നെയുള്ളത് ഓരോ സാധനങ്ങൾ, പിന്നെ എരിവുള്ള പിറ്റേ ദിവസം ഒരു സാധനം ഒന്ന് കഴിച്ചു നോക്കി നമുക്ക് പുകഞ്ഞു പോകും നമ്മുടെ ബോഡി. കാരണം അത്രയും നീറ്റായിട്ട് നമ്മൾ അടിച്ചു വാരി ഇട്ടിരിക്കുന്ന ഒരു സ്ഥലം, അവിടേക്ക് വീണ്ടും കൊണ്ടേ കുറെ ചപ്പ് ചവറ് ഇട്ട പോലെ ഇരിക്കും. അതാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 times എക്സസൈസ്, 1 hour ഓഫ് എക്സസൈസ് ഇൻ എ ഡേ എന്നാണ് പറയുന്നത്. 1 മണിക്കൂറെങ്കിലും. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു, അതിപ്പം ഈ 1 hour എക്സസൈസ് ഏത് ഫോർ എക്സാമ്പിൾ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇപ്പം അവർക്ക് നല്ല ഹൈ കാർഡിയോ ചെയ്യാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ജിമ്മിലോ പോവാം, അല്ലെങ്കിൽ 1 മണിക്കൂർ യോഗ ചെയ്യാം, സുംബ ചെയ്യാം, ഡാൻസ് ചെയ്യാം, വാട്ട്സ് എവർ അവർ സ്വെറ്റ് ചെയ്യണം. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 times പ്രെയർ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും പ്രെയർ ചെയ്യുക. അത് നമ്മൾ അതൊരു തരം മെഡിറ്റേഷൻ. പ്രെയർ
മീൻസ് മേ ബി വെങ്കട്രാവു ഫെൽ ദാറ്റ് അറ്റ്ലീസ്റ്റ് അത്രയും നേരമെങ്കിലും കാം ഡൗൺ ആയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഒരു മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് ഇതെടുക്കാം. അല്ലെങ്കിൽ പ്രയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സ് പ്രപഞ്ചശക്തിയായിട്ട് നമുക്കൊന്ന് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നതിൽ എനിക്ക് നന്ദി എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം, അങ്ങനെ ഒരു ഇതെടുക്കുക. പിന്നെ പറയുന്നത് 2 നേരമാണ് ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അതായത് ഒരു നേരം കഴിക്കുന്നവനാണ് ശരിക്കും പറഞ്ഞാൽ യോഗി എന്ന് പറയുന്നത്. 3 നേരം കഴിക്കുന്നവൻ രോഗിയാണ്, 2 നേരം കഴിക്കുന്നവൻ ഭോഗിയാണ്, 1 നേരം കഴിക്കുന്നവനാണ് യോഗി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യോഗ ഫിലോസഫിയിൽ പറയുന്നത്. അപ്പൊ ആ ഒരു 2 നേരം എന്ന് പറയുന്നത് മതി ആക്ച്വലി. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചില ആശ്രമങ്ങളൊക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യയിലും ഇവിടെ കേരളത്തിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 നേരം ഫുഡുള്ളൂ. ശരിക്കും ഈ വെങ്കട്രാവിന്റെ പഞ്ചതന്ത്ര തിയറീസ് അനുസരിച്ച് തന്നെയാണ് അവിടെ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ദൈവമേ എനിക്ക് 2 നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞു കൊടുക്കുന്നവരാണെങ്കിലും എനിക്കൊരു 3 നേരം ഞാൻ എൻ്റെ ഇടയിലൊന്നും കഴിക്കാത്ത ആളാണ്. എനിക്ക് ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് എനിക്കൊരു പേടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു വെച്ചു. പക്ഷേ രാവിലെ എനിക്ക് കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് വിശന്നില്ല. പക്ഷെ അവരാ തരുന്നത് രാവിലെ എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ബ്രഞ്ച്, നല്ല ഹെവിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസൊക്കെ ചെയ്യണമെങ്കിൽ, യോഗ പ്രാക്ടീസൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വയറിലൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് ആ വൈകുന്നേരങ്ങളിലേക്ക് നമുക്ക് വളരെ ലൈറ്റായിട്ട് നമ്മുടെ ബോഡി വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് 5:30ക്കാണ് ഡിന്നറാണ്. അപ്പം രാവിലെ നമുക്ക് ഏകദേശം ഒരു 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ടുഗെദർ. പിന്നെ 5 മണിക്ക് 5 മണിക്ക് കഴിച്ചിട്ട് പിന്നെ അത് വേഗം കിടന്നുറങ്ങിക്കോളുന്നു. അപ്പൊ അന്ന് പിന്നെ വിശക്കില്ലല്ലോ, നമ്മളൊരു 9 മണിക്ക് കയറി കിടക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ 5 മണിക്ക് എഴുന്നേക്കുക എന്നുള്ളതാണല്ലോ ശരിക്കും അക്കോർഡിംഗ് ടു ദ യൂണിവേഴ്സൽ ലോ അനുസരിച്ച് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വിശന്നാലോ എന്ന് ഞാൻ പേടിച്ചിട്ട് ഞാൻ വേഗം കിടന്നുറങ്ങി. അപ്പൊ അതാണ് ഈ 2 നേരത്തെ ആഹാരത്തിന്റെ കാര്യം. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ എൻ്റെ കോളേജ് ഡേയ്സിൽ ഞങ്ങൾക്ക് മസ്റ്റാണ്, ഫാസ്റ്റിംഗ് ഈസ് വൺ ഓഫ് അവർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്യണം. അന്നേരം ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പല സാധനങ്ങളും ഞങ്ങളുടെ ഏപ്രൺ പോക്കറ്റിലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഒരു ആപ്പിളൊക്കെ എടുത്ത് വെക്കും. പക്ഷെ ഞങ്ങളത് അണ്ടർഗോ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പറന്ന് നടക്കണമല്ലോ നമുക്ക് തോന്നും. ഭയങ്കര സുഖമാണ്. എന്റെ തിന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പൊ അത് നല്ല ഇതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ സൈക്കോളജിക്കൽ വിശപ്പുകളാണ്. അതൊന്നിപ്പോ നമ്മൾ പറയില്ല 1 മണി ആയതുകൊണ്ട് എനിക്ക് വിശക്കണു അല്ലേ, മറ്റേ 4 മണിക്ക് ചായ വേണമല്ലോ, ഇങ്ങനെ ടൈം ആവുമ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ വിശപ്പുകളാണ്. നമ്മളുടെ വയറിനോട് ചോദിച്ചിട്ടല്ല നമ്മൾ ഈ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് വരുന്ന തന്ത്രം എന്ന് പറയുന്നതാണ് 2 to 3 ലിറ്റേഴ്സ് ഇടയെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ വെള്ളം കുടിക്കുന്നതിനെ പറ്റി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വായ ഡ്രൈ ആവണോ അന്നേരം 1 കവിള് വെള്ളം കുടിക്കുക എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരാൾ വെറുതെ വീട്ടിലിരിക്കുക, വർത്താനവും പറയുന്നില്ല, ഒരു ആക്ടിവിറ്റി ഇല്ല, ആ ആൾക്ക് ചുമ്മാ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന യൂറിൻ പോയിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. അതേസമയം ഞാനിപ്പോൾ നല്ലപോലെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ച് എപ്പോഴും ഞാൻ കൺസൾട്ടേഷൻ ടൈമിലാണെങ്കിലും ഇപ്പം എൻ്റെ പേഷ്യൻസിനോട് ചോദിച്ചറിയാം, അവരോട് കുറച്ച് ചോദിക്കും, അപ്പം തന്നെ ഞാനൊരു സിപ്പ് കുടിക്കും, അതിന് വീണ്ടും ചോദിക്കും, ഞാൻ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ത്രോട്ട് ഭയങ്കര ഡ്രൈ ആവും. അപ്പം വെനെവർ യുവർ ത്രോട്ട് ഇസ് ഡ്രൈ അല്ലെങ്കിൽ യുവർ മൗത്ത് ഇസ് ഡ്രൈ, ഒരു ലിപ്സ് ആർ ഡ്രൈ, ആ സമയത്ത് നമ്മൾ 1 കവിള് വെള്ളം കുടിക്കുക. അങ്ങനെയാണ് അത്. ഇതാണ് ശരിക്കും പഞ്ചതന്ത്രങ്ങളെ ഞാൻ നോക്കി കാണുന്നത് ഇങ്ങനെയാണ്. നമുക്കൂടെ ആപ്ലിക്കബിൾ ആവണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. വെങ്കട്രാവ് പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വെങ്കട്രാവ് തിരിച്ചു വന്നിട്ട് അതൊന്ന് റീറൈറ്റ് ചെയ്യും, തിരുത്തി പാടില്ല, ഇപ്പൊ ഞാൻ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് തരാന്ന് പറയും. ഇപ്പൊ ഈ മൊബൈല് ഇപ്പം നമ്മൾ ഈ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് യോഗയിൽ നമ്മൾ എങ്ങനെ അതിനെ ഒന്ന് മാറ്റാൻ? ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുന്ന എൻ്റെ ഒരു നെക്സ്റ്റ് പ്രോഗ്രാം ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഡീടോക്സ് വേണ്ട ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ IT, ബാങ്ക് എംപ്ലോയീസ്. ഈ 2 മേഖല എനിക്കൊന്ന് എടുത്തു പറയേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഈ 2 ആൾക്കാരുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ബാങ്ക് എംപ്ലോയീസ് ആയിക്കോട്ടെ, പണ്ടത്തെ ഒരു ബാങ്കിങ് അവേഴ്സ് അല്ല ഇപ്പോൾ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ 9 to 9 ആണ് ഇവരുടെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ നോക്കാനുള്ള സമയമോ ഫാമിലി ആയിട്ട് ചിലവഴിക്കാനോ ഇവർക്ക് കിട്ടുന്ന കുറേ ബോണസ് എന്താണെന്നറിയോ? പൈസയല്ല, ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ്. റിട്ടയർഡ് ആയിട്ടുള്ള എല്ലാ ബാങ്ക് എംപ്ലോയീസും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇവർക്കൊക്കെ
ഡയബറ്റിസ്, കൊളസ്ട്രോൾ, ഇതൊക്കെ ആയിട്ട് അതൊക്കെയാണ് ഇവരുടെ ബോണസായിട്ട്. ഇവരുടെ ഒരു 60 ഇയേഴ്സ് തൊട്ട് ഇവർക്ക് മുഴുവൻ മെഡിസിൻസിൽ സ്പെൻഡ് ചെയ്യാനേ സമയമുള്ളൂ. അപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലൊന്ന് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ, ഇപ്പോഴേ ഞാൻ പറയില്ലേ, നമ്മൾ ഒരു കാര്യം പൈലപ്പ് ചെയ്യാതിരിക്കുക. ഇപ്പം നിങ്ങളുടെ സ്പൈനിനൊരു ഇഷ്യൂ ഉണ്ട്, എല്ലാ 1 hour നിങ്ങളൊന്ന് മൂവ് ചെയ്യുക. ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, മറ്റേ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാ 1 hour ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർ സീ ടു ദാറ്റ് അവർ ഇത്ര മണിക്കൂർ, അതായത് എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ എവിടെ ട്രാവൽ ചെയ്ത് പോയാലും അവർ ഒരു 5 മണി തൊട്ട് 6 മണി വരെ അവരൊരു ടൈം വയ്ക്കുക. ഞാൻ ഈവനിങ്ങിൽ ഒരു 1 hour എനിക്ക് സ്ട്രെച്ച് എടുക്കും, മോർണിംഗിൽ ഞാനൊരു സ്ട്രെച്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അതിനൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയേ പറ്റൂ. അതേപോലെ തന്നെ മറ്റേ IT ഫീൽഡിലെ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുന്നത്, അവർ ശരിക്കും പറഞ്ഞാൽ ഒരു വീക്കിലി അവരുടെ ഹോളിഡേ കിട്ടുമ്പോൾ കംപ്ലീറ്റ്ലി ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുക, അവരുടെ മൊബൈൽസ് എല്ലാം മാറ്റി വയ്ക്കുക. എനിക്കറിയാം ഒത്തിരി, ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല, ഒത്തിരി ആത്മഹത്യകൾ നടന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിലുള്ളവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇൻറ്റൻസീവായിട്ടുള്ള വർക്കൗട്ടാണ് അവർ വീക്കിലി 1 day ചെയ്യുന്നത്. എന്നാൽ മാത്രമാണ് നാളത്തേക്ക് അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, മെന്റലി അവർക്ക് ഫിറ്റ് ആവാനായിട്ട്. അപ്പൊ ആ ഒരു ദിവസം അവരൊരു 2 hours എങ്കിലും ഒരു നല്ല രീതിയിൽ ഹെവി വർക്കൗട്ട് എടുത്ത് ആ ഡീടോക്സ് ചെയ്യണം. ഇഫ് നീഡഡ് മസാജിന് പോവുക, അതേപോലെ തന്നെ മെന്റലി കാം ആവുക, അതേപോലെ തന്നെ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും എനിക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം വെച്ചാൽ ഈ ക്ലേ മേക്കിംഗ്, ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, ക്ലേ മോഡലിംഗ്, പിന്നെ പെയിന്റിങ് ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ അവർ ഡാൻസ് പഠിക്കാൻ ഇഷ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ മ്യൂസിക്, വയലിൻ, ഇതൊക്കെ ഏറ്റവും 1 of the ബെസ്റ്റ് ഡീസ്ട്രെസ് ആയിരിക്കും. അപ്പോൾ അവരെന്താ അറിയോ, അവരങ്ങനത്തെ അവർക്ക് ഇഷ്ടപ്പെട്ട പാഷനിലേക്കാണ് പോകണമെങ്കിൽ അവർ ആ ഒരു ഞായറാഴ്ചയാവും കാത്തിരിക്കും. അവരല്ല കാത്തിരിക്കുന്നത്, അവരുടെ ബോഡി ആയിരിക്കും. അപ്പോൾ അവർക്ക് കൊതി വരും, അതായത് ആ ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നാളെ ഇതൊക്കെ ചെയ്യാൻ പോവാണല്ലോ, അല്ലെങ്കിൽ നാളെ ഞാൻ സ്വിമ്മിങ്ങിന് പോവാണ്, അല്ലെങ്കിൽ നാളെ ഞാൻ ഡാൻസ് പഠിക്കാൻ പോവാണല്ലോ എന്ന് ഓർക്കുമ്പോഴേ അവരുടെ ബോഡി ട്യൂൺഡ് ആവും അതുമായിട്ട്. അപ്പോൾ അതാണ് അവർ ഡിജിറ്റൽ ഡീടോക്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഇതൊക്കെ ആയിരിക്കും. ദീർഘനേരമുള്ള ഇരിപ്പ്, ഇപ്പം IT ആണെങ്കിൽ ആരാണെങ്കിലും, ഇപ്പം ഞങ്ങളുടെയൊക്കെ ഫീൽഡിലും ഇരിപ്പ് നല്ലതായിട്ടുണ്ട്. ഇപ്പം ഇരുന്നിരുന്ന് വയറ് ചാടുക, അല്ലെങ്കിൽ വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം മാമിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുടവയറ് കുറയ്ക്കാൻ. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഈ കൊടവയറും പൊണ്ണത്തടി ഉള്ളവർ ഒരുപാട് കൂടുന്നുണ്ട്. ഇപ്പൊ യോഗയില് ഇതിനൊരു പരിഹാരം ഉണ്ടോ? ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഏതാണെന്നറിയോ? ഡയബറ്റീസും ബെല്ലി ഫാറ്റിന്റെ ക്യാപിറ്റൽ കേരളമാണ്. കേരളവും തമിഴ്നാടും ഏറ്റവും കൂടുതൽ കുടവയറുള്ള ആൾക്കാർ. അപ്പൊ നമ്മളുടെ മെയിൻ ആയിട്ട് ഇപ്പൊ വെച്ചാൽ നിങ്ങൾ ഇത് കണ്ടോ, ഈ നിങ്ങളുടെ ഒരു കർവ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇവിടുത്തെ സ്ട്രെങ്ത് കുറയുവാണല്ലോ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീക്ക് ആവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് ബെല്ലി ഫാറ്റ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പോസ്റ്ററിന്റെ പ്രശ്നമാണ്. അതായത് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ തന്നെ ഇരുന്ന് ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? അറിയാതെ ഇങ്ങനെ വന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോകും. അപ്പൊ അതാണ് അതിനകത്ത് 1 of the മെയിൻ പ്രശ്നം. 2, നിങ്ങൾ മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്താലല്ലേ മൊബിലൈസേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, എൻ്റെ നാട്ടിലെ പണിക്കാർ ഞാൻ കണ്ട്, അവര് ആഹാരം കഴിച്ച് കുറച്ച് നേരം ആ നിലത്ത് തന്നെ ഒരു തോർത്തൊക്കെ വിരിച്ച് കിടന്നിട്ട് അപ്പം തന്നെ അവർ വീണ്ടും പാടത്തേക്ക് പോയിട്ടാണ് ഇത് ചെയ്യണത്. നിങ്ങളെന്താ ചെയ്യുക? നിങ്ങൾ സ്ക്രീനിന്റെ മുമ്പിലേക്കല്ലേ പോണത്. അപ്പൊ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും മൊബിലൈസേഷൻ വരുന്നുണ്ടോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർ 2 hours റെസ്റ്റ് എടുത്താലും അവർ പിന്നീട് പോകുന്ന മുഴുവൻ നടന്നുകൊണ്ടാണ്. അപ്പൊ അത് തന്നെയാണ്, മൂവ്മെന്റ് ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം വരുന്നത്. അപ്പൊ അതിനെ കറക്റ്റ് ആക്കാനായിട്ട് ആഹാരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പം എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ, ഞാൻ കണ്ടിട്ടുണ്ട്, IT ഫീൽഡിലാണെങ്കിലും ബാങ്ക് എംപ്ലോയി ആണെങ്കിലും അവർ 2 നേരം ഭക്ഷണം കഴിക്കണുള്ളൂ. ഭക്ഷണത്തിലൂടെ നിങ്ങളത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഇപ്പൊ ഒത്തിരി കോൺഷ്യസ് ആവുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ സാലഡ് ബോൾ ഒരെണ്ണം മേടിക്കും, രാവിലെ വൈകുന്നേരം മാത്രം. അപ്പൊ നിങ്ങൾ ഈവനിങ്ങിൽ ഒരു ഡിന്നർ കം ലഞ്ച് പോലെ ആക്കിയിട്ട് ഒരു 4 മണിക്കൊക്കെ ശരിക്കും അത് കഴിച്ച് രാവിലെ ഒരു 10 മണി തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ആശ്രമത്തിന്റെ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും മതി. അതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഈ ഫ്രൂട്ട് കട്ട്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇത് ചെയ്യുവാണെങ്കിൽ ഈ ബെല്ലി ഫാറ്റിന്റെ പ്രശ്നം
ഏറ്റവും ഒരു 80% പരിഹരിക്കപ്പെടും. ഇപ്പം യോഗയും ഫുഡും മാം പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചത്, ഇപ്പം ചൂട് കൂടുന്നു, സമ്മറാണ്. പിന്നെ ഈ സമ്മർ കാലഘട്ടത്തില് നമുക്ക് കഴിക്കാൻ പറ്റും യോഗയോട് ചേർത്ത് വെച്ച് നോക്കുവാണെങ്കിൽ യോഗയും ഹാബിറ്റ്സ് എങ്ങനെയായിരിക്കണം? എൻ്റെ ഇതിനകത്ത് ഡയറ്റ് ഇല്ലാത്തൊരു യോഗ ഞാൻ ആരോട് ചെയ്യേണ്ടെന്ന് പറയും. ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേഷ്യൻസ് വരുമ്പോഴും ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റില്ല, ദൈവത്തോർത്ത് നിങ്ങളുടെ സമയം കളയണ്ട, എൻ്റെ സമയം കളയണ്ട. കാരണം ഇത്രയും ഞാൻ യോഗ ചെയ്തിട്ട് നിങ്ങൾ ഈ പാലാരിവട്ടം വൃന്ദാവനിൽ ചെന്ന് മസാല ദോശ മേടിച്ച് കഴിക്കാനാണെങ്കിൽ വരണ്ടെന്ന് പറയും. കാരണം ഇതുകൊണ്ട് കാര്യമില്ല. കാരണം അവർ ആ കലോറി മുഴുവൻ അവർ വീണ്ടും ഇതാക്കി. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഡയറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ചൂട് ഉഷ്ണമുള്ള സമയത്ത് നമ്മൾ ഉഷ്ണം കൊടുക്കുന്ന സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഉലുവ അതുപോലത്തെ ഉള്ള ഉലുവയുടെ കഞ്ഞി, അത് ഭയങ്കര നല്ലതാണ്. രാവിലെ പഴങ്കഞ്ഞി, അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അത് നിങ്ങൾ ചായ കാപ്പി ഇതെല്ലാം അങ്ങ് വിട്ടേക്കുക. രാവിലെ തന്നെ ഈ തലേദിവസം കുതിർത്തി വെച്ച ചോറ്, അതിൻ്റെ ഉള്ളിലേക്ക് പുളിയില്ലാത്ത തൈരും കുറച്ച് ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ചിട്ട് ഉപ്പുകല്ലും ഇട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അത് മതി. ശരിക്കും പറഞ്ഞാൽ ഒരു 12 മണി വരെ നിങ്ങൾക്ക് ഒന്നും തോന്നൂല, അത് അവിടെ കിടന്നോളും. സുഖമായിട്ട് നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റും. വയറിൻ്റെതായിട്ടുള്ള വയറ് നന്നായ ബ്രെയിൻ നന്നായി, ഗട്ട് ബ്രെയിൻ എന്നാ പറയാ. അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ ചോറ് കഴിക്കാതെ നമ്മൾ എന്തെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് കട്ട്സോ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. ഒരു വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കും റാഗിയുടെ എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പം ഈ ആസിഡ് റിഫ്ലക്സ്, എൻ്റെ ഏറ്റവും മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഗട്ടാണ്. ആ ആസിഡ് റിഫ്ലക്സ് GRD ഉള്ളവരോട് ഞാൻ റാഗി കുറുക്ക് കഴിക്കാൻ പറയും. അപ്പോൾ അവർ ആ സ്പൂണിൽ ഇങ്ങനെ കോരി കഴിക്കുമ്പോൾ അവർക്കതൊരു ഭയങ്കര സുഖമായിട്ട്. അല്ലെങ്കിൽ റാഗി, ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവർക്ക് റാഗിയും കായയില്ലേ, ഏത്തക്കായ, അതിൻ്റെ പൊടിയും കൂടെ ചേർത്ത് പുട്ടുണ്ടാക്കാം. നല്ല ടേസ്റ്റി സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ റാഗി ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ റാഗിയാണ് മെയിൻ. പിന്നെ നമുക്ക് നമ്മുടെ സാധാരണ മുട്ടയ്ക്ക് പകരം നമുക്ക് രാത്രി ഒരു 9 മണി അല്ലെങ്കിൽ 8:30 നമുക്ക് വീണ്ടും വിശക്കുവാണെങ്കിൽ വേണമെങ്കിൽ ഒരു സിംഗിൾ താറാവ് മുട്ട ഓംലെറ്റ് ആക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അത് പുഴുങ്ങി കഴിക്കാം. അപ്പോൾ ഒരു പ്രോട്ടീനുമായി നമുക്ക് റാഗി ഒരു മില്ലറ്റായി. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതിനകത്ത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പക്ഷെ പ്രോട്ടീൻ കിട്ടാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ താറാവ് മുട്ടയായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ പൈൽസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് മറ്റേ മുട്ട പറ്റില്ല. അതുപോലെ താറാവിൻ്റെ തന്നെ മീറ്റും ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. കുറച്ച് തണവ് വരാനായിട്ട് അത് നല്ലതായിരിക്കും. പിന്നെ നന്നായിട്ട് പച്ചക്കറികൾ, സാലഡായിട്ടും അല്ലെങ്കിൽ വാട്ടർ മിലൺ കട്ട്സ്, എന്താണോ സീസണലി നമ്മളുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ചായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അമേരിക്കൻ ഡയറ്റ് ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറേ ചീസ് ഇട്ടു അതൊക്കെ ചെയ്യുന്നേക്കാൾ നമ്മുടെ നാടൻ വെണ്ണ കഴിച്ചാൽ മതി. അതുപോലെ നമ്മുടെ നാടൻ നെയ്യ് കഴിക്കുക. നെയ്യിനെയും വെണ്ണയൊക്കെ ആൾക്കാർ പേടിച്ചിട്ട് ചീസ് നല്ലപോലെ, ചീസും മൊസറല്ല ചീസ് മറ്റേ അതൊക്കെ വലിച്ചു വാരി പിzzയും ബർഗറും ആയിട്ട് കഴിക്കണേൽ ആർക്കും യാതൊരു സംശയങ്ങളും ഇല്ല. അതിനകത്തൊന്നും എന്നോട് യാതൊരു സംശയം, ഡോക്ടർ നെയ്യൊക്കെ കഴിക്കാമോ, അതുപോലെ തന്നെ മുട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ണി കഴിക്കാമോ, ഇതിനകത്തൊക്കെ സംശയം. നിങ്ങൾ പൊറോട്ട കഴിച്ചപ്പോൾ എന്നെ ഓർത്തോ, നിങ്ങൾ ഐസ്ക്രീം കഴിച്ചപ്പോൾ എന്നെ ഓർത്തു, നിങ്ങൾ പിzzയും ബർഗറും കഴിച്ചപ്പോൾ ഒന്നും സംശയമില്ല. മുട്ട കഴിക്കുമ്പോഴാണ് ഇത് ഈ നല്ല സാധനങ്ങൾ കഴിക്കുമ്പോൾ മാത്രം സംശയം. അത് വേണ്ട, ആ ഒരു പരിപാടി വേണ്ട. യോഗ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ ചെയ്യുന്ന പോലല്ല പുരുഷന്മാർ. രണ്ട് കാറ്റഗറിയാണ്. ഇപ്പൊ സ്ത്രീകളുടെ ഒരു കാലഘട്ടം നോക്കുവാണെങ്കിൽ ഇപ്പൊ കൗമാരപ്രായം തൊട്ട് അല്ലെങ്കിൽ ആർത്തവം അല്ലെങ്കിൽ മെനോപോസ് അങ്ങനെ പോവാണ്. ഈ ഓരോ സ്റ്റേജിലും യോഗ ഡിഫറെൻ്റ് ആവുമോ, അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട അല്ലെങ്കിൽ എന്തൊക്കെ യോഗകളാണ് ചെയ്യേണ്ടത്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി, അതായത് ആ കുട്ടി പ്യൂബേർട്ടി കഴിഞ്ഞ് വന്ന കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി നമുക്ക് അഗ്രസീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുത്തു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ആളുടെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, ബാലൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആ കുട്ടിയുടെ ഫോളോ. ഒരു കുറച്ചും കൂടി ഒരു 20s 30s എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് മെൻസ്ട്രൽ ഇഷ്യൂസും ഹോർമോണൽ ഇഷ്യൂസൊക്കെ തുടങ്ങുമ്പോൾ ബ്രത്ത് വർക്ക്, ആ മുമ്പ് ഉള്ള കുട്ടിക്ക് അത്രയും ബ്രത്ത് വർക്കും മെഡിറ്റേഷനൊന്നും അതിൻ്റെ ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ പണ്ട് കാലത്ത് വെച്ചാൽ അവർ സൂപ്പർ കൂളാണ് ഓൾറെഡി. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു മെഡിറ്റേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. 20s to 30s ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ഏജാണ് 20 to 30. അതിപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, കരിയർ വൈസ് ആയിക്കോട്ടെ, പഠിത്തത്തിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലും
നോക്കിക്കോളൂ, ഒരു 20 to 30 ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം അവർ പല കാര്യങ്ങളിലേക്കും ഡിസിഷൻ എടുക്കാൻ ഇങ്ങനെ ഒരു ചക്രശ്വാസം, അതായത് ഇപ്പോൾ ചിലപ്പോൾ അവരെ കല്യാണം കഴിക്കണോ വേണ്ടയോ അങ്ങനെയുള്ള കരിയറിലേക്കാണെങ്കിൽ അത് ആ ജോലി വേണോ ഈ ജോലി വേണോ, സ്വന്തമായിട്ട് ചെയ്യണോ അത് എവിടെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണോ, അങ്ങനത്തെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ബ്രെത്ത് വർക്കും മെഡിറ്റേഷനാണ്. പിന്നെ 30 to 40 എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റിയുടെ കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 50% ഓഫ് യോഗ സ്ട്രെച്ചസും ഒരു 50% മൈൻഡ്ഫുൾനെസ്സുമാണ്, ഡയറ്റുമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഒരു 40 കാലഘട്ടം എന്ന് പറയുമ്പോൾ എൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നു. എൻ്റെ കാലഘട്ടം വരുമ്പോഴാണ് ഏറ്റവും റിലാക്സിങ് ഏജ് ആണിത്. ഞാൻ പറയുവാണെങ്കിൽ പെരിമെനോപോസൽ ഫേസ് പലർക്കും വരാം, പക്ഷെ അതിനെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ പാഷൻസിൻ്റെ പുറകെ നമുക്ക് പോകാനായിട്ട് പറ്റും. കാരണം എൻ്റെ ഏജ് ആകുമ്പോഴത്തേക്കും എൻ്റെ കുട്ടികൾ വലുതായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രാരാബ്ദം കുറയുന്ന സമയം. ഒരു ലേഡി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ഏജാണ്. ഇപ്പം എനിക്ക് ചിലപ്പോൾ എൻ്റെ 30കളിൽ ഇത്രയും നല്ലൊരു സാരി ഉടുത്തോ ഒരുങ്ങി വരാനോ ചിലപ്പോൾ എനിക്ക് മൂഡുണ്ടായിരുന്ന എല്ലാ അല്ലെങ്കിൽ കുട്ടികളെ നോക്കിയിട്ട് നമ്മൾ ഒരു വെപ്രാളത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് എന്നെ നോക്കാനായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ സെൽഫ് മീ ടൈം എല്ലാ ലേഡീസും എൻജോയ് ചെയ്യുന്നൊരു കാലഘട്ടമാണ് 40+. അതൊരു 50 വരെയുള്ള കാലഘട്ടം ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. അവർ ഹോർമോണിൽ അവർ കുറച്ചും കൂടി ഫിറ്റ്നസ്സിലേക്ക് അല്ലെങ്കിൽ ഡയറ്റിലേക്ക് അവരുടെ സെൽഫ് ഇതിനകത്ത് മീ ടൈം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ത്രീയുടെ കാലഘട്ടം 40 തൊട്ട് 50 വരെയാണ്. ഓക്കെ, പിന്നെ 50+. അപ്പോൾ ഒത്തിരി പേര് പേടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ 40കൾ. ഞാനിപ്പോൾ ആ ഏജ് ആയതുകൊണ്ടാണ് ഞാൻ അത് ധൈര്യമായിട്ട് പറയുന്നത്. അത് ഒട്ടും പേടിക്കേണ്ട കാലഘട്ടമേ അല്ല, ഏറ്റവും എൻജോയ് ചെയ്യുക. 50 കാലഘട്ടം വരെ മെനോപോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ അവർ ഒത്തിരി ഹോർമോണൽ അവിടെയാണ് അവർ കുറച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവർ കൂടുതലും ഡയറ്റിൽ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുക. ഒത്തിരി എക്സസൈസ് ചെയ്ത് ഭയങ്കര ഇൻറ്റൻസ് എക്സസൈസിൻ്റെ ആവശ്യമില്ല. അവർ കൂടുതലും ഗ്രൗണ്ടഡ് ആവണം. അപ്പോൾ അവർ കൂടുതൽ ബ്രെത്ത് വർക്കുകൾ ചെയ്യുക. ആരായിട്ടാണ് കൂട്ടുകൂടേണ്ടതെന്ന് അവർ സെൻസിറ്റീവാണ് കൂടുതൽ. ഇപ്പം എൻ്റെയൊക്കെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തിരിച്ചു കൊടുക്കണം സമയം. അതായത് ഇത്രയും നാൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുന്നൊരു ഇതാണ്. അതുകൊണ്ടാണ് ഈ 40 കഴിയുമ്പോഴത്തേക്ക് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അവരോട് പേടിച്ചിട്ടായിരിക്കും എല്ലാവരും സംസാരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ അവർ ഒത്തിരി സപ്രസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രായവും പക്വതയും വന്നു കഴിയുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കുകയല്ല, അവർക്ക് ഇനി എന്തിനാ നോക്കുന്നത്, അവരെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാവുന്നത് വി ലേൺ ടു സേ നോ. എൻ്റെ 30 കാലഘട്ടത്തിൽ നോ പറയാൻ എന്നെ പോലും പറയാൻ എനിക്ക് പറ്റില്ല. ഇപ്പം ഞാൻ വളരെ ഇതായിട്ട് നോ പറയേണ്ടടുത്ത് നോ പറയും. അപ്പം ദാറ്റ് ഈസ് മേക്കിംഗ് മീ വെരി ഹാപ്പി. ഐ ക്യാൻ സ്ലീപ്പ്. എനിക്ക് നന്നായിട്ടൊരു ക്വാളിറ്റി ഉറക്കം അതുകൊണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ കാര്യമല്ല കേട്ടോ, എൻ്റെ ഒത്തിരി കൂട്ടുകാരുടെയും കൂടെ കോൺട്രിബ്യൂഷനാണ് ഞാൻ പറയുന്നത്. ഇതൊരു ഡോക്ടർ പെർസ്പെക്റ്റീവിലല്ല സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് 50കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കുറച്ചൊരു ശാന്തിയുടെ പാത തേടി പോവുക. 60 കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും അവരൊരു നല്ല ഒരു സ്പിരിച്വൽ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന, കൂടുതൽ അവർ ഗ്രൗണ്ടഡ് ആവുക, കൂടുതലും മെഡിറ്റേഷൻ അവർ ചെയ്യുക, കൂടുതലും ഒത്തിരി എന്താ പറയുക പ്രാരാബ്ദങ്ങളൊന്നും എടുക്കാതെ മറ്റേ അവരുടെ പേരക്കുട്ടികളൊക്കെ ആവേണ്ട സമയവും അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ഇത് വെച്ചിട്ട് അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ കുട്ടികളില്ലെങ്കിലും പ്രശ്നമില്ല, അവരവരുടെ ആ ഒരു സത്സംഗം എന്നൊക്കെ പറയില്ലേ, അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ട് അവർ പുറത്തൊക്കെ പോയി കൂടുതലും വീട്ടിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ ട്രാവൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു 60+ ആകുമ്പോഴത്തേക്കും ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ കാര്യം ഏകദേശം ഓക്കെയാണ്. പുരുഷനായിക്കോട്ടെ, പുരുഷനും എന്താ പ്രശ്നം വെച്ചാൽ എൻ്റെ ഇതിനകത്ത് യോഗാശ്രമിൽ വരുന്നവരൊക്കെ തന്നെ ഭാര്യയെ കൂട്ടിക്കൊണ്ടാണ് ഭർത്താവ് വരുന്നത്. ഞാൻ ഭാര്യയെക്കാളും കൂടുതൽ സിംറ്റംസ് കാണുന്ന ഭർത്താവിലാണ്. പലരും ഇതേപോലെ ചെക്ക് ചെയ്യാൻ പോയിട്ട് നീ പറഞ്ഞോളൂ, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര അഡമൻ്റ് ആയിട്ട് ആൾ നിൽക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ വ്യക്തിക്കാണ്. അതായത് ആളാണ് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ആള് ഇവരെ വിട്ടു പോകും. ദേ ക്യാൻ ഈവൻ കോസ് ഹാർട്ട് ഫെയിലിയേഴ്സ്. ഇവരെ ഈ ഓവർ കോൺഫിഡൻസ് ആയിട്ട് പലപ്പോഴും ഇവരെ ട്രീറ്റ് ചെയ്യാതെ ഭാര്യയെ ട്രീറ്റ് ചെയ്യും, മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. ഒരു പുരുഷൻ എപ്പോഴും ഒരു ത്യാഗിയാണ് പലപ്പോഴും. എസ്പെഷ്യലി കേരളത്തിലുള്ളവർക്ക് ഒന്നില്ലെങ്കിൽ അവർ അസുഖം സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ്. ആ ഒരു ഈഗോന്നേക്കാൾ ഉപരി അവർ പലപ്പോഴും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കാരണം പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് വേണ്ടാന്ന് വെക്കും.
ഞാൻ പറയുന്ന അവിടെ അങ്ങനെ ചെയ്യരുത്. കാരണം അവര് ഹെൽത്തി ആയാൽ മാത്രമേ ഫാമിലി ഹെൽത്തി ആവുന്നുള്ളൂ എന്നുള്ളത്, എസ്പെഷ്യലി നമ്മുടെയൊക്കെ ഫാദേഴ്സ് ഏജ്, അവരൊട്ടും സമ്മതിക്കില്ല അവർക്ക് അസുഖം ഉണ്ടെന്ന്. അപ്പൊ അവര് നമ്മളെ കെയർ ചെയ്തോട്ടെ, പക്ഷെ നമുക്ക് അവരെ കെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി നമുക്ക് തരണം. അപ്പൊ പുരുഷന്റെ ഒരു ഹെൽത്തും, അതായത് എസ്പെഷ്യലി 30s ഒക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ ദേ ആർ റിയലി ഗുഡ് ഇൻ ദിസ്. അവര് വളരെ അവരുടെ സൗന്ദര്യം നന്നായിട്ട് നോക്കും. ജിമ്മിൽ വർക്കൗട്ട് കൃത്യമായിട്ട് ഡയറ്റ് നോക്കുന്നത് സ്കിൻ കെയർ വരെ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു 30-35 വരെ വെരി മച്ച് ഓക്കെയാണ് ഇപ്പോഴത്തെ സമൂഹം. ഒരു 35 to ഒരു 55 ആണ് ഞാൻ പറയുന്ന കുറച്ച് അഡമൻ്റ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് നോക്കാനുള്ള സമയമായി. ടെസ്റ്റുകൾ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ടെസ്റ്റുകൾ ചെയ്യുക. അതുപോലെ തന്നെ ഭാര്യയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഭാര്യയെക്കാരുടെ *2 പ്രോബ്ലംസ് ആണ് ആൾക്കുള്ളത്. നിങ്ങളും നന്നായിട്ട് ഡയറ്റ് നോക്കുക. ഇങ്ങനെ കാര്യങ്ങളിൽ അവരുടെ സ്ട്രെസ്സും അവർക്കും അവരുടെ പാഷൻ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ പാർട്ട്നേഴ്സ് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇപ്പോൾ ശനിയാഴ്ച വൈഫ് എന്തെങ്കിലും പാഷന് പോവുകയാണെങ്കിൽ ഞായറാഴ്ച ആളുടേതായിട്ടുള്ള, ഞാൻ പലപ്പോഴും കണ്ടേക്കണത് ഈവൻ മെയിൽസ് ആർ കോംപ്രമൈസിങ്. അപ്പോൾ ചിലപ്പോൾ ഫീമെയിൽസ് അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ അവർക്ക് ക്രിക്കറ്റ് കളിക്കാൻ വന്നത്, ഇപ്പം മിക്ക ലേഡീസിനും ക്രിക്കറ്റ് ദേഷ്യമാണ് അല്ലേ. അപ്പോൾ അവർ ചിലപ്പോൾ രാവിലെ പോയിട്ട് ഉച്ചയാവും അവർ വരുമ്പോൾ വിളിച്ചോടാ. അപ്പോൾ അത് അങ്ങനെ നാഗ് ചെയ്യാതെ കുറച്ച് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്കും വിടുക. അതേപോലെ തന്നെ അവർക്ക് ഫുട്ബോളോ ക്രിക്കറ്റോ ബാഡ്മിൻ്റനോ അങ്ങനെ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇത് അവരുടെ കാർഡിയോ ഹെൽത്തിനെ അത് ഹെൽപ്പ് ചെയ്യുന്ന നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ലേഡീസിനും അവരെ കുറച്ച് കൂടുതൽ കാലം നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാം ഇപ്പം യോഗയിൽ 7 ചക്രസ് ഇപ്പം മാം കൃത്യമായിട്ട് എഴുതി, എനിക്കൊന്ന് ആമസോണിലും മാം വലിയ കാര്യമായിട്ട് പറയാറൊന്നുമില്ല. അപ്പൊ ഈ 7 ചക്രസ് ഇപ്പൊ സ്പിരിച്വലുമായിട്ട് ബന്ധപ്പെട്ടും കൂടാണല്ലോ നിൽക്കുന്നത്, അതോ അത് അല്ലേ? എനിക്കറിയില്ല, അതിന്റെ ഒരു 7 ചക്രസ് ഞാൻ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനെ കുറിച്ച് അല്ല, 7 ചക്ര ഇസ് ആക്ച്വലി പറഞ്ഞത് ശരിയാണ്. അത് 7 ചക്ര ഹീലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു പെർസ്പെക്റ്റീവിലാണ് ആൾക്കാർ അതിനെ കാണുന്നത്. പക്ഷെ ഞാൻ എഴുതിയ ഈ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞ ഒരു ഹാൻഡ് ബുക്കാണ്. ഒരു വലിയ ഭയങ്കരമായ ഒരു ബുക്കൊന്നും അല്ല അത് എൻ്റെ ക്ലയൻസിന് വേണ്ടിയിട്ട്, ഞാൻ പഠിപ്പിച്ച ക്ലയൻസിന് വേണ്ടിയിട്ട് അവർക്ക് റെഫർ ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഹാൻഡ് ബുക്കാണ്. അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആസ് എ ഡോക്ടർ ഞാൻ എങ്ങനെയാണ് 7 ചക്ര കാണുന്നത് എന്നുള്ളതാണ് അവിടെ ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അതായത് 7 ചക്രാസ് ഉണ്ടല്ലോ, അതായത് മൂലാധാരം തൊട്ട് സ്വാധിഷ്ഠാനം വരെയുള്ള എല്ലാ ചക്രങ്ങളെയും ഓരോ മൂലാധാരത്തിന് യൂട്രസ് അല്ലെങ്കിൽ പെരിനിയൽ റീജിയൻ അല്ലെങ്കിൽ ഏനസ് അല്ലെങ്കിൽ വജൈനൽ മസിൽസ് എന്ന് പറയുന്ന ആ അവയവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യോഗ പോസ്റ്റേഴ്സാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ അരക്കെട്ട് വരുമ്പോഴത്തേക്കും സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് നമ്മൾ യൂട്രസിൻ്റെ PCOD പ്രോബ്ലംസ് അല്ലെങ്കിൽ കിഡ്നി ഡിസോർഡേഴ്സ് ഇതിനൊക്കെ വരാനുള്ള സാധ്യതയുള്ള ചക്രമായതുകൊണ്ട് ഇന്ന യോഗ പോസ്റ്റേഴ്സ്. അവസാനം ഇതിൻ്റെ എല്ലാം കൺക്ലൂഡ് ചെയ്ത് എൻ്റെ ക്ലാസ്സിൽ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷനാണ്, ഓരോ ചക്രസിൻ്റെ മെഡിറ്റേഷൻ. അപ്പം അങ്ങനെയാണ് ഞാൻ ആ 7 ചക്ര കാണുന്നത്. അപ്പോൾ ഒരു സയൻസ് ആൻഡ് ഒരു സ്പിരിച്വലും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു രീതിയാണ് ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന. അപ്പോൾ ആസ് എ ഡോക്ടർ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റിയാണ് ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ഇപ്പം യോഗയിലേക്ക് ഇപ്പൊ ഒരുപാട് വർഷമായല്ലോ, എത്ര വർഷമായി യോഗ അഭ്യസിക്കുന്നു? ഈ യോഗയിലേക്ക് വരാനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു? ഞാൻ 2007 ഞാനിത് പാസ് ഔട്ട് ആവുന്നത്. അപ്പം എനിക്ക് നിയർലി ഒരു 20 years ഓഫ് അതായത് വർക്കിൽ ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. 20 years. പിന്നെ നമുക്കൊരു 2022 തൊട്ടാണ് യോഗയിലേക്ക് കയറുന്നത്. ഇപ്പോൾ 2026 -2 എന്ന് പറയുമ്പോൾ 24 years ആയി ഞാൻ യോഗയുടെ പ്രാക്ടീസിലേക്ക് കടന്നിട്ട്. അതുകൂടാതെ ഞാൻ ചെറുപ്പം തൊട്ട് ഡാൻസും പഠിച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ ശരീരം അതുമായിട്ട് ആക്ച്വലി അഡാപ്റ്റഡ് ആണ്. അപ്പം നമുക്കൊരു എൻ്റെ ശരിക്കും ഏജിൻ്റെ കറക്റ്റ് ഡിവൈഡ് ബൈ, അതായത് എൻ്റെ ജന്മത്തിൻ്റെ പകുതി വർഷത്തോളം ഞാൻ ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആണ്. ശരിക്കും എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് അത് സക്സസ് എന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. സക്സസ്ഫുൾ എന്നുള്ളതിനേക്കാളും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ആ ഒരു ഫീൽഡ് നിന്ന് കിട്ടിയ ഫ്രൂട്ട്സ് അത് നമ്മളുടെ ശരീരത്തിനെ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ സക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത്.
അപ്പം ഇതാണ് എൻ്റെ ഒരു വർഷം ഓഫ് എക്സ്പീരിയൻസ് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു മുത്തശ്ശനെ പറ്റി അറിയാലോ, മുത്തശ്ശൻ പാരമ്പര്യ വൈദ്യനും യോഗിയൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണ് യോഗയിലേക്ക് അങ്ങനെയല്ല കേട്ടോ, ടു ബി ഓണസ്റ്റ് വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കലാമണ്ഡലത്തിൽ ചേരാനായിട്ട് ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് പോകാനായിരുന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഇരുന്ന് ജോലി ചെയ്യാനേ ഇഷ്ടമല്ല. അപ്പം എനിക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ആക്റ്റീവ് ഫോം ആയിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു കോഴ്സ് ധർമ്മസ്ഥലയിൽ SDM കോളേജിൽ ഈ ഒരു കോഴ്സിനെ പറ്റി അറിഞ്ഞതും. കോഴ്സ് എന്ന് പറയുന്നത് യോഗ അല്ല, BNYS ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറോപ്പതി കോളേജ് തന്നെയുണ്ട്, SDM കോളേജ് ഓഫ് നാച്ചുറോപ്പതി എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഉജ്ജരെ ധർമ്മസ്ഥലയിലുണ്ട്. അപ്പോൾ ആ 5.5 വർഷത്തെ ബിരുദം പോയി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് യോഗ ചെയ്യാലോ എന്നാണ് ഫ്രം ദ ബിഗിനിങ് ഞാൻ ആലോചിച്ചത്. നാച്ചുറോപ്പതിയേക്കാളും കൂടുതൽ യോഗ പ്രാക്ടീസ് ചെയ്ത് ആ രീതിയിൽ പോകാൻ തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. അടിപൊളി. അപ്പം ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് സന്തോഷം.